ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. പിന്നെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഫ്രൂട്ട് ജെല്ലി കേക്കാണെന്ന് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കേക്കാണിത്. ശരിക്കും ഇതിന് കേക്ക് എന്നല്ല, ഒരു പുഡിംഗ് എന്നാണ് പറയേണ്ടത്. സാധാരണ എല്ലാവരും ഇതിനെ ഗ്ലാസ് കേക്ക് അല്ലെങ്കിൽ ജെല്ലി ഫ്രൂട്ട് കേക്ക് എന്നാണ് പറയണത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നമുക്കിത് കട്ട് ചെയ്യാനേ തോന്നില്ല. അതുമാത്രമല്ല, എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കിത് ശരിയായിട്ട് കിട്ടിയത്. യൂട്യൂബിലുള്ള പല വീഡിയോസ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഇതിന് മുമ്പ് 2 തവണ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ അതൊന്നും ശരിയായിട്ടുള്ള റെസിപ്പീസ് അല്ലായിരുന്നു എന്ന് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഫ്രൂട്ട് ജെല്ലി കേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേർക്കാൻ പാടില്ല, പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ജെല്ലി കേക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് ജെല്ലിയുടെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൂടി ഫ്ലേവേഴ്സ് വരുമ്പോൾ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ലേയേർഡ് ഫ്രൂട്ട് ജെല്ലി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഏത്തപ്പഴം, ഒരു ചെറിയ ആപ്പിൾ, ഇതിപ്പോൾ വലുതാണ് അപ്പോൾ ഇതിൻ്റെ പകുതി മതി. പിന്നെ അതുപോലെ ഒരു മാതള നാരങ്ങ, ഇതിൻ്റെ പകുതി മതി. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് പഞ്ചസാര. അതുപോലെ ജെലാറ്റിൻ ഒരു 50 ഗ്രാമിൻ്റെ പാക്ക്, ഏത് ബ്രാൻഡായാലും മതി. ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ സ്ലൈസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറി അല്ലെങ്കിൽ സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ ചേർക്കാം. ഇതല്ലാതെ അധികം വെറൈറ്റി ഫ്രൂട്ട്സ് ഒന്നും പരീക്ഷിക്കേണ്ട. അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ഫുഡ് കളറാണ്. ഞാനിവിടെ ഓറഞ്ച് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. കാരണം കേക്കിൻ്റെ മുകളിലത്തെയും താഴത്തെയും ലെയേഴ്സ് ഞാൻ ഈ കളറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറായാലും ഉപയോഗിക്കാം. ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ജെലാറ്റിൻ കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തണുത്ത വെള്ളം, അതായത് ഒരു 200 ml നല്ല തണുത്ത വെള്ളം ജെലാറ്റിനിലേക്ക് ഒഴിച്ച് വെക്കണം. ജെലാറ്റിൻ നമ്മൾ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിലായിരിക്കണം കുതിർത്ത് വെക്കുന്നത്. ഇതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കണം. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ജെലാറ്റിനൊക്കെ നന്നായിട്ട് കുതിർന്ന് ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഒരു പാനിൽ 300 ml വെള്ളം, അതായത് 1.5 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുതിർത്ത് ജെലാറ്റിൻ കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. ജെലാറ്റിനൊക്കെ നന്നായിട്ട് കുതിർന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഇതിന് ആകെ 1/2 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. 200 ml തണുത്ത വെള്ളം ജെലാറ്റിൻ കുതിർക്കാൻ എടുത്തു. പിന്നെ 300 ml വെള്ളം നമ്മൾ പാനിൽ ചൂടാക്കി. പഞ്ചസാരയും ജെലാറ്റിനും നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ജെലാറ്റിൻ അലിഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നന്നായിട്ട് അലിയുന്നവരെ ഇളക്കണം. ജെലാറ്റിനും പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായി ചൂടാറിയ ശേഷം ഇത് നമുക്കൊരു 2 സ്പൂൺ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ജെല്ലി കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ഒരു പ്ലെയിൻ ഓറഞ്ച് റെഡ് കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. ഇനി ഈ ബൗളിലേക്ക് നമുക്കൊരു 5-6 ഡ്രോപ്പ് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് റെഡിന് പകരം വേണമെങ്കിൽ നമുക്ക് ലെമൺ യെല്ലോ ചേർക്കാം, അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ ചേർക്കാം. ഇനിയിപ്പോൾ ആ കളേഴ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഫ്ലേവേഴ്സ് ചേർക്കണമെങ്കിൽ അതും ചെയ്യാം. കേക്കിൻ്റെ മുകളിൽ കാണുന്ന ലെയറാണ് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത്. ഇതിലാണ് നമ്മൾ ജെല്ലി സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലി, കളേർഡ് ജെല്ലി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ജെല്ലി കേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഫ്രൂട്ട്സ് വെച്ച് അതിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചാൽ മതി. ഈ കളറുള്ള ലെയർ ഒരു 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാവും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് റെഡിയാക്കാം. നമ്മൾ ആപ്പിൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മാതള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉണക്കമുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ജെലാറ്റിൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. ഒരുവിധം നന്നായിട്ട്, കാരണം ഹൈറ്റ് കുറവാണ്, അപ്പോൾ ഒരുവിധം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പഴം വെച്ച് കൊടുക്കാം. ഇത് നല്ല ഡിസൈനിൽ വെക്കണം, കാരണം ഇത് ഏറ്റവും മുകളിൽ വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡിസൈനാണ് കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കണം. ഞാൻ അധികം ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല.
ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പ് ജെലാറ്റിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ചൂടോടുകൂടി ജെലാറ്റിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ്നെസ് പോവുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ താഴത്തെ റെഡ് കളറിൻ്റെ ജെല്ലി ലെയർ ഉണ്ട്, അത് മെൽറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യമേ തന്നെ ജെലാറ്റിൻ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ലെവലിൽ ജെലാറ്റിൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ലെയർ ഒന്ന് ചെറുതായിട്ട് സെറ്റ് ആവാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. സിംഗിൾ ലെയർ ആയിട്ടാണ് കേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഫൈനൽ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ജെലാറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ഡ്രോപ്പ് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഇതായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും താഴെ വരുന്ന ലെയർ, അതായത് നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്ന ലെയർ. ഈ പുറത്തിരിക്കുന്ന ജെലാറ്റിന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ചൂടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ജെല്ലി ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാനിൽ കുറച്ചുകൂടി ജെലാറ്റിൻ, കളറില്ലാത്ത ജെലാറ്റിൻ ബാക്കി ഉണ്ടായിരുന്നു. നമുക്കത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലെയറും കൂടി ഫോം ചെയ്യും. ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലെയർ, അതായത് കളറുള്ള ജെലാറ്റിൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറ്റ ലെയർ കേക്കാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് എടുത്ത ജെലാറ്റിൻ മുഴുവനും ഒരു ട്രിപ്പായിട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിൻ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതൊരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ഇത് ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാവുള്ളൂ. ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ലെയേർഡ് ഫ്രൂട്ട് ജെല്ലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ലെയർ റെഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ലെയർ, അതിൻ്റെ മുകളിൽ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ലെയർ, പിന്നെ ഏറ്റവും മുകളിൽ റെഡ് ലെയർ. ഇത്രയായി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജെല്ലി സെറ്റ് ആയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഐസ് കേക്ക് ആയിട്ടല്ല, ശരിക്കും ജെല്ലി കേക്ക് ആയിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ താഴെ ചെയ്തിരിക്കുന്ന പഴം കൊണ്ടുള്ള ഡിസൈനൊക്കെ കാണാം. ജെല്ലി നന്നായിട്ട് സെറ്റ് ആയത് കാരണം നമ്മൾ തൊടുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഗ്ലാസ് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചെറിയൊരു നൈഫ് കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം സാധാ വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കാം. നന്നായിട്ട് സെറ്റായത് കാരണം പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ കേക്ക് പതുക്കെ വിട്ട് വരണം നമുക്ക് കാണാം. നമ്മുടെ അടിപൊളി ജെല്ലി കേക്കാണ്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും കട്ട് ചെയ്യാൻ തോന്നില്ല. നമ്മളിത് ലേയേഴ്സ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗി ഉണ്ടായത്. എന്താ താഴത്തെ റെഡ് ലെയർ, ഏറ്റവും മുകളിലത്തെ റെഡ് ലെയർ, പിന്നെ ആ ഡിസൈൻ. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ലേയേർഡ് ഫ്രൂട്ട് ജെല്ലി കേക്കിൻ്റെ ആദ്യത്തെ സ്ലൈസ്. ഈ ജെല്ലി കേക്ക് കാണാൻ നല്ല ഭംഗിയാണെന്ന് മാത്രമല്ല ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഈ അളവിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ മധുരമൊക്കെ നല്ല കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇത് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.